സ്റ്റാർ സിംഗർ സീസൺ 10-ന്റെ 84ാമത് എപ്പിസോഡിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എലിമിനേഷന് ശേഷമുള്ള 4ാമത് റൗണ്ട് മത്സരം ഈ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. ഈ 4 റൗണ്ടുകളിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളും ആരാണ് മുന്നിൽ എന്നുമൊക്കെ നോക്കാം. മുന്നിൽ നിന്നിരുന്ന പല കണ്ടസ്റ്റൻസും പുറകിലേക്ക് പോയിരിക്കുന്നു. ഏറ്റവും പുറകിലുള്ളവർ മുന്നിലെത്തുന്ന കാഴ്ച കൂടി നമുക്ക് കാണാം. നാളെ മുതൽ സെമി ഫൈനൽസ് മത്സരങ്ങൾ തുടങ്ങുകയായി. ഷോയിൽ ഫിനാലയിലേക്ക് കയറാനായി കണ്ടസ്റ്റൻസിന് ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരും. സെമി ഫൈനൽസിൻ്റെ പ്രോമോ ഇറങ്ങിയിട്ടുണ്ട്. ഈ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ വേദിയിലെത്തുന്നത് ഗായകൻ ഹരിശങ്കർ ആണ്. സാക്ഷാത്കാരിണി എന്ന കീർത്തനം അതിമനോഹരമായി പാടി ഹരിശങ്കർ. ഈ എപ്പിസോഡിലെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ 1 vs 1 റൗണ്ടിൽ ആദ്യമായി പാടാനെത്തുന്നത് അർജുനും വൈശാഖനുമാണ്. ഭൂൽ ഭുലയ്യ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിൻ്റെ 3ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഭോല ഭാലാസ എന്നു തുടങ്ങുന്ന മേരെ ഡോല് നാസുൻ എന്ന വെറൈറ്റി ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് പാടുന്നത്. പ്രശസ്ത ഗായകൻ സോനു നിഗം പാടി ഹിറ്റാക്കിയ ഈ ഗാനം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും വളരെ മികച്ച രീതിയിൽ അവതരിപ്പിച്ച് വൈശാഖനും അർജുനും 99.5 മാർക്കുകൾ വീതം നേടി. അടുത്തതായി പാടാനെത്തുന്നത് റിട്രോ റൗണ്ടിൽ തീർത്ഥ സത്യനാണ്. വളരെ മനോഹരമായി ഡ്രസ്സൊക്കെ ചെയ്ത് അതിസുന്ദരിയായാണ് തീർത്ഥ എത്തിയത്. രാസലീല എന്ന ചിത്രത്തിലെ സലിൽദായുടെ സംഗീതത്തിൽ പിറന്ന മനോഹര ഗാനമാണ് തീർത്ഥ പാടുന്നത്. ഈ ഗാനം തുടങ്ങുന്നത് തന്നെ മിഥുൻ്റെ ശബ്ദത്തിലാണ്. ആയില്യങ്കാവിലെ പെണ്ണെ എന്നാണ് തുടങ്ങുന്നത്. ആരുകൊയ്യും ആരുകൊയ്യും എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ വരികൾ തീർത്ഥ അതിമനോഹരമായി തന്നെ പാടി. മികച്ച പ്രകടനം കാഴ്ചവെച്ച കോറസിനൊപ്പം പാടിയ തീർത്ഥയ്ക്ക് 99 മാർക്കാണ് ലഭിച്ചത്. ചെറിയ ചില മിസ്റ്റേക്സുകൾ ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ തീർത്ഥയുടെ ഒരു ഹാർഡ് കോർ ഫാനായിട്ടുള്ള ഒരു ഫോറിനറുടെ വീഡിയോ കൂടെ പ്ലേ ചെയ്യുകയുണ്ടായി. തീർത്ഥയുടെ പാട്ടുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്കോട്ട്ലൻഡുകാരനാണ് ഇദ്ദേഹം. അടുത്തതായി വേദിയിൽ പാടാനെത്തുന്നത് വിധുരാജാണ്. റിട്രോ റൗണ്ടിലാണ് വിധുരാജ് എത്തുന്നത്. പഴയകാല സൂപ്പർ ഹിറ്റ് ചിത്രമായ സിന്ധു എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടുന്നത്. ദാസേട്ടൻ പാടി സൂപ്പർ ഹിറ്റാക്കിയ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ എന്ന അതിമനോഹരമായ ഗാനം മികച്ച ചുവടുകളുമായാണ് വിധുരാജ് അവതരിപ്പിച്ചത്. മനോഹരമായി ഡ്രസ്സപ്പൊക്കെ ചെയ്തു വന്നിരുന്നു വിധു. ചെറിയ ചില മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിരുന്നു വിധുവിന്. എന്നിരുന്നാലും 99.5 മാർക്ക് ലഭിച്ചു വിധുവിന്. അടുത്തതായി പാടാനെത്തുന്നത് ശിവപ്രിയ സുരേഷാണ്. റിട്രോ റൗണ്ടിൽ ഓൾഡ് ഹിറ്റ്സിൽ ഒന്നായ ഉമ്മ എന്ന ചിത്രത്തിലെ മനോഹരമായ ഒരു ഗാനമാണ് ശിവപ്രിയ സെലക്ട് ചെയ്തിട്ടുള്ളത്. പ്രശസ്ത ഗായിക ജിക്കി പാടി സൂപ്പർ ഹിറ്റാക്കിയ കദളിവാഴ കയ്യിലിരുന്നു എന്ന മനോഹര ഗാനമാണ് ശിവപ്രിയ പാടി അവതരിപ്പിച്ചത്. റിട്രോ റൗണ്ടിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഡ്രസ്സായിരുന്നു ശിവപ്രിയ ധരിച്ചിരുന്നത്. സാധാരണ ഫാസ്റ്റ് നമ്പർ പാടുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഈ ഗാനം അതിഗംഭീരമായി പാടിയ ശിവപ്രിയയ്ക്ക് ഗോൾഡൻ സ്റ്റാറാണ് ലഭിച്ചത്. ഈ 4 റൗണ്ടുകളിൽ 3 ഗോൾഡൻ സ്റ്റാറുകൾ അടിച്ച ഒരേ ഒരു കണ്ടസ്റ്റൻ്റാണ് ശിവപ്രിയ. ഇന്നത്തെ ടോപ്പ് പെർഫോമർ ഓഫ് ദ ഡേ ആയി തിരഞ്ഞെടുത്തിരിക്കുന്നതും ശിവപ്രിയയെ തന്നെയാണ്. എലിമിനേഷൻ്റെ ഡേഞ്ചറിൽ നിന്നൊക്കെ കരകയറി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ശിവപ്രിയ. 2ാമത് സൂര്യനാരായണനും 3ാമത് വൈശാഖനുമാണ് എത്തിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് അർജുൻ, കൃഷ്ണശ്രീ, ദിൽരാജ്, തീർത്ഥ എന്നിങ്ങനെ 4 പേരാണുള്ളത്. ഏറ്റവും കുറവ് മാർക്കുമായി വിധുരാജാണ് ഏറ്റവും പിന്നിലുള്ളത്. നാളെ മുതൽ സെമി ഫൈനൽസ്, അതായത് റോഡ് ടു ഫിനാലെ മത്സരങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നു. മുൻപത്തെ സീസൺ പോലെയല്ല, നല്ല ടഫായിട്ടുള്ള മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. വൈശാഖൻ, സൂര്യനാരായണൻ, കൃഷ്ണശ്രീ, അർജുൻ ഇവരുടെയൊക്കെ പാട്ടുകളാണ് സെമി ഫൈനൽ പ്രോമോയിൽ കാണിച്ചിട്ടുള്ളത്. മെലഡിയും ഫാസ്റ്റ് നമ്പറും ക്ലാസിക്കൽ സോങ്ങും ഒക്കെയായി സെമി ഫൈനൽസ് കൊഴുക്കുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക്